ഹലോ, ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഇംഗ്ലീഷ് ഷോപ്പിൽ പോയപ്പം വളരെ യാദൃശികമായിട്ട് കണ്ടതാണ് ഈ കടലമിഠായി. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഇടയ്ക്ക് മാത്രമല്ല ഇംഗ്ലീഷുകാരുടെ ഇടയ്ക്കും ഈ കടലമിഠായി നല്ല ഫേമസ് ആണെന്നുള്ള കാര്യം. ഞാൻ അങ്ങനെ മിസ്റ്റർ ടോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ കടലമിഠായി ആയിരുന്നു ഞാൻ വാങ്ങിയത്. ഞാൻ വാങ്ങി ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് കറക്റ്റ് എക്സാക്റ്റ് നമ്മുടെ നാട്ടിലെ അതേ കടലമിഠായിൻ്റെ ഫ്ലേവറാണ് തോന്നിയത്. പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തോന്നില്ല. സെയിം അതേ ടേസ്റ്റ് തന്നെ. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് പീനട്ട് ക്യാൻഡി എന്നാണ്. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയാണ് ഈ കടലമിഠായിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. അതായത് 19-ാം നൂറ്റാണ്ടിൽ മുംബൈക്ക് സമീപമുള്ള ലോണാവല എന്ന മലയോര പ്രദേശത്ത് നിന്നാണ് ശരിക്കും ഈ മിഠായിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അതുപോലെ മഹൻലാൽ അഗർവാൾ എന്നയാളാണ് ഈ മിഠായിൻ്റെ സൃഷ്ടാവ്. നമ്മുടെ നാട്ടിൽ പണ്ട് ഇതിന് പറഞ്ഞുകൊണ്ടിരുന്നത് ചിക്കി എന്നായിരുന്നു. പിന്നെ 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിലക്കടല ഇന്ത്യയിൽ കൊണ്ട് നടുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുന്നതൊക്കെ. നിലക്കടലിനെക്കുറിച്ച് അവരാണ് ശരിക്കും പോർച്ചുഗീസുകാരാണ് നമ്മുടെ നാട്ടിൽ ഇത് കൊണ്ടുപോയി നട്ടത്. അതുപോലെ ഈ കടലമിഠായിൽ ഒരുപാട് ഹൈ പ്രോട്ടീനും ഒരുപാട് അയേണൊക്കെ അടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ ഇതൊരു ജങ്ക് ഫുഡായിട്ടാണ് കേട്ടോ പറയുന്നത്. ഒരുപക്ഷെ ഇതിനകത്ത് മധുരം ആഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം.